ശബ്ദധാരാവലിയിൽ നോമ്പ് എന്നുള്ള പദം, വ്രതം എന്ന പദം അങ്ങനെ കാണാൻ പറ്റും. വ്രതത്തിന് നേരെ നൊയമ്പ്, നോമ്പ്, വ്രതാനുഷ്ഠാനം എന്നൊക്കെ അങ്ങനെ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ആ നോമ്പ് എന്നുള്ള പദത്തിൻ്റെ തൊട്ടു താഴെ തന്നെ കാണാൻ പറ്റും നോമ്പ്, വ്രതം എന്ന പദത്തിൻ്റെ കൂടെ പതിവ്രത എന്നുള്ള പദം കൂടും. പതിവ്രത എന്നുള്ള പദത്തിന് അർത്ഥം കൊടുത്തെന്താണെന്നറിയോ? വിവാഹം കഴിച്ച ഇതുവരെ ഒരാളുടെ സഹോദരിയും അല്ലേ മറ്റൊരാളുടെ മകളുമൊക്കെ ആയിരുന്ന ഇവൾ വിവാഹം കഴിച്ച് പരിശുദ്ധയായി ഒരുവന് വേണ്ടി മാത്രം ശരീരവും മനസ്സും ജീവിതവും മാറ്റിവെച്ചവൾ എന്നാണ് പതിവ്രത എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്നിട്ട് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് വ്രതമെന്ന് പറഞ്ഞാൽ തനിക്ക് അന്നപാനീയങ്ങൾ നൽകുന്ന, തനിക്ക് എല്ലാം നൽകിയ ഒരുവന് വേണ്ടി എല്ലാം ത്യജിച്ചവനാണ് വ്രതമനുഷ്ഠിച്ചവൻ. അവൻ അങ്ങനെ ത്യജിച്ച് നൊയമ്പെടുത്തവനാണ് വ്രതമെടുത്തവൻ എന്ന് പറയുന്നുണ്ട്. ശബ്ദധാരാവലിയിലെ അർത്ഥമാണ് പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി നമ്മെ സൃഷ്ടിച്ച, ആരാധനയ്ക്കും അർഹനായിട്ടുള്ള അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം, പാനീയം, സുഖസൗകര്യങ്ങൾ, തൻ്റെ ദേഹേച്ഛയെ ഒക്കെ നിയന്ത്രിച്ച് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവനെയാണ് നോമ്പ് നോറ്റവെന്ന് പറയാം. അതാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയാം.